നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ പ്രഖ്യാപനം വേണ്ട, പ്രവൃത്തിയാൽ അറിയാം. ഹാബേലിന്റെയും കായന്റെയും ആരാധനയുടെ ചരിത്രം പഠിച്ച ബിഷപ്പുമാരിൽ ഒരാളെങ്കിലും ഒരു നീതിയുടെ ശബ്ദം ഉയർത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. നീ നന്മ ചെയ്തുവെങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ എന്നാണ് അന്ന് ദൈവം കയ്യനോട് ചോദിച്ചത്. എവിടെ നിന്റെ അനുജൻ എന്നു മാത്രമല്ല, തുടർന്നുള്ള ചോദ്യം, നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു എന്നുകൂടിയുണ്ട്. യാക്കോബായക്കാരനും ഓർത്തഡോക്സുകാരനും ഒരിക്കൽ ഒന്നായിരുന്നു. എവിടെ നിന്റെ അനുജൻ എന്ന് ചോദിക്കുന്ന ആ പഴയ ചോദ്യം ഇപ്പോൾ നിങ്ങളോടാണ്. ആയിരം വിശ്വാസികളുടെ കരച്ചിലിന്റെ ശബ്ദം ഇപ്പോൾ പള്ളി നഷ്ടപ്പെട്ടുയരാൻ കാരണമായിട്ടുണ്ടെങ്കിൽ അതിന് സമാധാനം പറയേണ്ടി വരും. പാറിപ്പോകുന്ന ഒരു ശ്വാസത്തിന്റെ നിഴലിൽ എന്തു കോടതി വിധിയുടെ മറവിലായാലും ദേവാലയങ്ങളെ തൊട്ടുകളിച്ചാൽ തീക്കളിയാകും. ബിഷപ്പുമാർ നേർവഴി പറഞ്ഞു നയിച്ചില്ലെങ്കിൽ അവർക്ക് പേടിക്കാനില്ല. കാരണം അവർ കുടുംബസ്ഥരല്ല. തലമുറകളായി ദൈവശിക്ഷ ഏറ്റുവാങ്ങാൻ അവർക്ക് സന്തതി പരമ്പരകളില്ല. വിശ്വാസികൾ അങ്ങനെയല്ലല്ലോ. മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. ഒരാളുടെ ദൈവിക ആരാധനയ്ക്ക് മതിൽ കെട്ടി മറ്റുള്ളവരെ പെരുവഴിയാക്കിയാൽ നമ്മുടെ മക്കൾ ഗതി പിടിക്കത്തില്ലെന്നോർത്താൽ ഈ പ്രഹസനത്തിൽ ആരും പങ്കാളികളാവില്ല. ക്രിസ്തീയ വിശ്വാസപ്രകാരം ഒരിക്കൽ തിരുമുമ്പിൽ ന്യായവിധി കാത്ത് നിൽക്കേണ്ടവരാണ് എല്ലാവരും. മറ്റുള്ളവന്റെ ദൈവാരാധന തടസ്സപ്പെടുത്തി അവനെ പള്ളിക്ക് പുറത്താക്കിയിട്ട് തിരുസന്നിധിയിൽ എങ്ങനെ നിൽക്കാൻ കഴിയും എന്നെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി ആണെന്നാണല്ലോ വചനം. നീതികേട് ചെയ്തു വെന്തുപോകാൻ ഒന്നിനും കൂട്ടു നിൽക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീണ്ടും കണ്ടുമുട്ടാം.